ബൊഞ്ചോർണോ തൂത്തി. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്താനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി കാലമായില്ല നിങ്ങൾ ഇറ്റാലിയൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾ എന്തു പഠിച്ചു എന്നറിയാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. 10 സെക്കൻഡാണ് അതിന് ഞാൻ ടൈമർ ഇട്ടിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, siete pronti? ഇറ്റാലിയൻ ഗ്രാമർ പ്രാക്ടീസ് ടെസ്റ്റ്. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഡാഷ് റെഗാസോ എ ഇൻ്റലിജൻറ്റ്. ലാ, ഇൽ, ലോ, ഉൻ. ആൻസർ ബി, ഇൽ. ഇൽ റെഗാസോ എ ഇൻ്റലിജൻറ്റ്. ദ ഇൻ്റലിജൻറ്റ് ബോയ്. ഇവിടെ ഇൽ എന്ന ആർട്ടിക്കിൾ വരാനുള്ള കാരണം റെഗാസോ എന്നത് ഒരു നെയിമാണ്, ഒരു സിംഗുലർ നെയിമാണ്. സിംഗുലർ നെയിം ഓയിൽ അവസാനിച്ചത് കൊണ്ടാണ് ഇൽ എന്ന ആർട്ടിക്കിൾ വന്നത്. എന്നാൽ റെഗാച്ച ആയിൽ അവസാനിച്ചെങ്കിൽ എന്തു വന്നാനായിരുന്നു? ല റെഗാച്ച എന്ന് വന്നാനായിരുന്നു. ആർട്ടിക്കിൾ ഇൽ വരാനുള്ള കാരണം റെഗാച്ചോ എന്ന വേർഡ് ഓയിൽ അവസാനിച്ചത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ, fill in the blank with the correct verb form. Parlare, to speak. Io dash italiano. ആൻസർ പാർലോ. യോ പാർലോ ഇറ്റാലിയാനോ. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും കൂടെ എങ്ങനെയാണ് പാർലാരെ എന്ന വെർബ് വരുന്നതെന്ന് നോക്കാം. യോ പാർലോ, തു പാർലി, ലൂയ് ഓ ലൈ പാർല, നോയ് പാർലിയാമോ, വോയ് പാർലാത്തെ, ലോറോ പാർലനോ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. തേർഡ് വൺ, ചൂസ് ദ കറക്റ്റ് അഡ്ജക്റ്റീവ് ഫ്രം ഊന കാസ. bello, belli, bella, belle. ആൻസർ സി, ബെല്ല. ഊന ബെല്ല കാസ, എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇവിടെ ബെല്ല എന്ന അഡ്ജക്റ്റീവ് വരാനുള്ള കാരണം കാസ എന്ന ഒബ്ജക്റ്റ് എയിൽ അവസാനിച്ചത് കൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു എയിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ എന്താ വരുന്നത്? ലാ വരും. അതുപോലെ തന്നെ ബെല്ല എന്നാണ് വരുന്നത്. അതേസമയം ഓയിലാണ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബെല്ലോ എന്ന് വന്നാനായിരുന്നു. എയിൽ അവസാനിച്ചതുകൊണ്ട് കാസ എന്നത് എയിൽ അവസാനിച്ചത് കൊണ്ടാണ് ബെല്ല എന്ന് വന്നത്. ഓക്കെ. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ പ്ലൂറൽ ഓഫ് ലീബ്രോ? ലീബ്രോ, ലീബ്രി, libretto, libretti. ആൻസർ ബി, ലീബ്രി. ലീബ്രോ എന്ന വേർഡ് ഓയിൽ അവസാനിച്ചത് കൊണ്ടാണ് അത് പ്ലൂരലായപ്പോൾ ഐയിൽ അവസാനിച്ച് ലീബ്രി എന്നായത്. ഐ ഉച്ചരിക്കുന്നത് ഇ എന്നാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലീബ്രോ, ലീബ്രി. ഫിഫ്ത്ത് വൺ, ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇറ്റാലിയൻ. നെക്സ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. ആൻസർ ലൈ മാഞ്ച ഊന മേല. ലൈ, ഷീ, മാഞ്ച, ഈറ്റ്സ്, ഊന, എ, മേല, ആപ്പിൾ. അവൾ ഒരു ആപ്പിൾ കഴിക്കുന്നു. നെക്സ്റ്റ് വൺ, മേക്ക് ദിസ് സെൻറ്റൻസ് നെഗറ്റീവ്. നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസിന് നിങ്ങൾ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ലൂയ് വാ ആ സ്കോള എന്നതാണ് സെൻറ്റൻസ്. അതിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കണം. ഓക്കെ. ആൻസർ ലൂയ് നോൺ വാ ആ സ്കോള. ലൂയ് വാ ആ സ്കോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്നു.
എന്നാൽ lui non va a scuola എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നില്ല. നോൺ എന്ന വേർഡാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ നോൺ എന്ന വേർഡ് ആഡ് ചെയ്യുക. അപ്പോൾ lui non va a scuola എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്നില്ല. 7th one, what is the subject pronoun for we? വി എന്നതിന് ഏത് സബ്ജക്റ്റാണ് ഇറ്റാലിയനിൽ ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് നേരത്തെയും കൂടി ഞാൻ സബ്ജക്റ്റുകൾ പറഞ്ഞിരുന്നു. പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻസർ നോയ്. ബാക്കി സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറയാം. ഇയോ, ഐ, tu, you, lui o lei, he or she, noi, we, voi, you plural, loro, they. ഇതാണ് ബാക്കി സബ്ജക്ട്സുകൾ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ പ്ലസ് ആർട്ടിക്കിൾ കോമ്പിനേഷൻ ഫോർ ഇൻ പ്ലസ് ഇൽ. കേൾക്കുമ്പോൾ എന്ത് വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇന്നും ഇല്ലും ആ രണ്ട് കോമ്പിനേഷനിൽ എന്ത് പ്രിപ്പോസിഷനാണ് വരുന്നത് എന്നാണ് പറയേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട, ഓപ്ഷൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, നെല്ല, ഇൻ, നെൽ, നെല്ലോ. ആൻസർ ഓപ്ഷൻ സി, നെൽ. ഇൻ പ്ലസ് ഇൽ, നെൽ. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വേർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഡാഷ്, സ്റ്റൈ, കെ, ദോവെ, കൊമെ. ആൻസർ ഓപ്ഷൻ സി, കൊമെ. കൊമെ സ്റ്റൈ, ഹൗ ആർ യു എന്ന് ചോദിക്കാനാണ് കൊമെ സ്റ്റൈ എന്ന് ചോദിക്കുന്നത്. കൊമെ എന്നതാണ് ഓപ്ഷൻ വേർഡ്. ഓക്കെ, ലാസ്റ്റ് വൺ, റീഅറേഞ്ച് ഇൻ ടു കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇനി തരുന്ന സെൻറ്റൻസിനെ നിങ്ങൾ ഓർഡറായിട്ട് കറക്റ്റായിട്ട് എഴുതണം. ഊന, മാഞ്ച, മേല, മരിയ. ഇതിനെ നിങ്ങൾ ഓർഡറായിട്ട് എഴുതണം. ഒരു കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതണേ. ഓക്കെ, ആൻസർ മരിയ മാഞ്ച ഊനമേല. മരിയ ഒരു ആപ്പിൾ കഴിക്കുന്നു. മരിയ എന്നത് സബ്ജക്റ്റാണ്. മാഞ്ച, മഞ്ചാര എന്ന വെർബിൽ നിന്നാണ് വരുന്നത്. ടു ഈറ്റ്, മേല ആപ്പിൾ. മരിയ മാഞ്ച ഊനമേല. ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാറ്റ്സേ.